ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എങ്ങനെയാണ് ഞങ്ങളുടെ രാവിലെകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നതും ഏതാണ്ട് 8 മണി വരെയുള്ള കാര്യങ്ങൾ. 5:30 to 8 o'clock ഇൻ ദ മോർണിംഗ്. രാവിലെ എണീറ്റാൽ ഫസ്റ്റ് തിങ് ചാർലിയെ കൂട്ടിക്കയറ്റുക എന്നുള്ളതാണ്. ചാർലിയാണല്ലോ നമ്മുടെ കാവൽക്കാരൻ. ചില ദിവസങ്ങളിൽ അവൻ ഭയങ്കര മര്യാദരാമനാണ്. അവന് രാവിലെ വേണ്ടത് 2 ബിസ്ക്കറ്റ് അല്ല 2 റസ്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവൻ വേഗം കൂട്ടിക്കയറും. പക്ഷെ ചില ദിവസം അവൻ എന്നെ കൊണ്ട് ഈ വീടിന് ചുറ്റും 4-5 റൗണ്ട് ഓടിപ്പിക്കും. ജിമ്മിൽ ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറയും മോർണിംഗ് വാമപ്പ് റണ്ണിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്ന്. കാരണം ഇവൻ എന്നെ ഈ വീടിന് ചുറ്റും നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട്. ഞങ്ങളുടെ മോർണിംഗ് തുടങ്ങുന്നത് റസ്കുമായിട്ടാണ്. അത് കഴിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള റസ്ക് കടിച്ചു മുറിച്ച് കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ചാർലി ഇവിടെ വരെ കൂട്ടിക്കറാ ബായോ കൂട്ടിപ്പോ. ഇന്നവന് കൂട്ടിക്കയറാൻ യാതൊരു താല്പര്യവുമില്ല. അവൻ്റെ ആ കള്ള നോട്ടം കണ്ടോ. ഇന്ന് എന്നെ ഇട്ട് വീടും ചുറ്റും ഓടിക്കാനുള്ള പരിപാടി തന്നെയാണ്. അത് ശരി. ചാർലി കമ്മിയാ ബാ ഇങ്ങോട്ട് വരെ ഇവിടെ വരെ കൂട്ടിക്കയറാതെ ഓട്ടടാ ഓട്ടമാണ്. ചാർലി ഇതേ 18ാമത്തെ അടവെടുക്കുന്നു. നിലത്തങ്ങ് കിടന്നു. ഇനി ഒരു രക്ഷയില്ല, അവൻ പൊങ്ങത്തില്ല. പിന്നെ ഞാൻ 2 ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. ഒരെണ്ണം കൊടുത്തു. അവനത് തിണ്ണെ കൊണ്ടുപോയി വെച്ച് കാര്യമായിട്ട് കഴിച്ചു. മറ്റേ ബിസ്ക്കറ്റ് ഞാൻ കൈ പിടിച്ചിരിക്കുകയാണ്, കൊടുത്തിട്ടില്ല. ബിസ്ക്കറ്റ് വേണ്ടേ ചാർലിക്കുഞ്ഞിന്? ബിസ്ക്കറ്റ് വേണ്ടേ? കള്ള ചെറുക്കനാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബിസ്ക്കറ്റ് കിട്ടണമെങ്കിൽ കൂട്ടിക്കയറണമെന്ന് അവനറിയാം. അതുകൊണ്ട് ഫൈനലി അവൻ കൂട്ടിക്കയറി. ഒന്നി ചാർലി ജോയിതെ റെഡിയായി നിൽക്കുകയാണ്. അവനെ തുറന്ന് വിട്ടത് അവൻ്റെ ഓട്ടം കണ്ട. രാവിലത്തെ മോർണിംഗ് റുട്ടീനും എല്ലാം തീർക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. ടൈലിൽ തന്നെ മൂത്രം ഒഴിച്ചാലേ അവൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. പിന്നെ അത് മൂടിയിടുന്ന കണ്ടോ. ഇപ്പുറത്ത് ഒഴിച്ചത് എവിടെയാണോ, കാല് വെച്ച് മാന്തുന്നത് എവിടെയാണോ, 2 ഡിഫറെൻറ്റ് പ്ലേസസിലാണ്. അടുത്ത പരിപാടിയും പുള്ളി കഴിച്ചു. അതിബുദ്ധിമാനായ എൻ്റെ ചെറുക്കൻ ഇങ്ങ് മാറി നിന്ന് ഇതാണ്ട് കാല് വെച്ചൊരച്ച് അപ്പിയെല്ലാം മൂടിയിട്ടു. നമ്മുടെ മുറ്റത്ത് ഒരു ജാതിയും ഒരു മാവും നിപ്പുണ്ട്. അതുകൊണ്ട് എന്നും രാവിലെ മുറ്റം നിറച്ചിലകളാണ്. അത് മുഴുവനും തൂത്ത് വൃത്തിയാക്കണം. ഇത് രാവിലെ ഒന്ന് തൂത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഒരു വാമപ്പ് എക്സസൈസ് ആകും. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. എന്തിനും എവിടെയും എനിക്ക് Z കാറ്റഗറി പ്രൊട്ടക്ഷനാണ്. കണ്ടില്ലേ കിടക്കുന്നത്. ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ കാണും, അടുത്തുനിന്ന് മാറുകയേയില്ല. നമ്മുടെ കോഴിപ്പിടച്ചികളൊക്കെ മുട്ടയിട്ട് തുടങ്ങി. പക്ഷേ അതിൽ 3 പേര് ഭയങ്കര വഴക്കാളികളായിരുന്നു. അവർ എല്ലാവർക്കിട്ടും കൊത്താൻ തുടങ്ങി.
വഴക്കാളികളായ ആ 3 പേരെയും നിലത്ത് വിട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസത്തേക്ക് അവർ ഫ്രീ ആയിട്ട് നടന്ന് അവരുടെ വഴക്കൊക്കെ തീർക്കട്ടെന്ന് വെച്ചു. മുട്ടയിടാൻ പോയ ആളുമായിട്ട് പുറകേൽ ചെന്ന് വഴക്കുണ്ടാക്കിയാണ് വേറൊരുത്തി. ജോ അവൻ്റെ നോർമൽ മോർണിംഗ് റുട്ടീനെല്ലാം കഴിഞ്ഞ് അടുക്കള തിരിച്ചെത്തി. ഇതാണ് അവൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ചാർലി ആസ് യൂഷ്വൽ മോർണിംഗ് വാക്കിനിറങ്ങി. പോയിട്ട് വാ. വേഗം പറഞ്ഞേ, പാല് കുടിക്കേണ്ടതാണ്. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചാർലിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പൊന്നൂസ് പോകാം, തട്ടി പോകാം. ലിഷിട്ടിട്ട് പോകാം. ഇടാ, ആരിടും? വാ എനിക്ക്. സാധാരണ ഒരു 15-20 മിനിറ്റ് നടന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരും. ഇനിയുള്ളത് നമ്മുടെ ഗപ്പികളാണ്. സൂര്യൻ ഏതാണ്ട് ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതേ ആമ്പലും വിടർന്നു നിൽക്കുകയാണ്. രാത്രിയിൽ ഈ ആമ്പൽ അടഞ്ഞിരുന്നു. സൂര്യനെ കാണുമ്പം അവർ തുറന്നു വരും. വെറും 6 ഗപ്പികളെ കൊണ്ടിട്ടതാണ്. ഇപ്പോൾ ഈ ഫിഷ് ടാങ്ക് നിറച്ച് ഗപ്പികളാണ്. ഇവർക്ക് രാവിലെ ഒരു നേരം മാത്രമേ ഫിഷ് ഫുഡ് കൊടുക്കാറുള്ളൂ. പിന്നെ ഈ ടാങ്കിനകത്ത് തന്നെ അവർക്ക് കഴിക്കാനുള്ള ആഹാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിഴല് പോലെ കൂടെ ജോയും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ജോക്കുട്ടൻ തന്നെയാണ്. 5 വയസ്സായെങ്കിലും തനിച്ച് ഫുഡ് കഴിക്കാൻ പുള്ളിക്ക് യാതൊരു താല്പര്യവുമില്ല. രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഈ 2 പേരും ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ കാണും, ആപ്പും ജോക്കുട്ടനും. ഞങ്ങളുടെ കിളിക്കൂട് ഒരിക്കലും എംപ്റ്റി ആകുന്നില്ല, ഫുൾ ഓഫ് ലൈഫാണ്.